ഇനി അടുത്തതായി നമുക്ക് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഇനി ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം എന്നിവ. ഓക്കെ, അതായത് തുറന്നു വെച്ച ഭക്ഷണവും വൃത്തിഹീനമായ വെള്ളം, അല്ലെ, ഭക്ഷണം കഴുകാതെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം കോളറ, അതുപോലെ തന്നെ ഡയറിയ പോലെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോളറ ഉള്ള വ്യക്തിയുടെ ഫീക്കസിൽ അല്ലെങ്കിൽ അയാളുടെ വേസ്റ്റിൽ വന്നിരിക്കുന്ന, അയാളുടെ എക്സ്ക്രീറ്റയിൽ വന്നിരിക്കുന്ന ഈച്ചയും മറ്റും എന്ത് ചെയ്യുന്നു, തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇയാളുടെ, അതായത് രോഗമുള്ള ആ ഒരു വ്യക്തിയുടെ ഫീക്കസില് ആ ഒരു കോളറ ഉണ്ടാക്കുന്ന രോഗാണു ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ ആ രോഗാണു അല്ലെങ്കിൽ അതിന്റെ എഗ്ഗോ ഒക്കെ ഈ ഒരു ഈച്ചയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും, ഈച്ച അതിൽ പോയിരിക്കുമ്പോൾ, അല്ലെ. അപ്പൊ ഈച്ച വീണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്ക് ഈ ഒരു രോഗം വരും. ഇനി കൊതുക് മുഖേന ഉണ്ടാവുന്ന രോഗങ്ങൾ നമുക്കറിയാം. ഒട്ടുമിക്ക പനികളെല്ലാം തന്നെ കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്, അല്ലെ. മന്ത് രോഗം, അതുപോലെ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുക് മുഖേന പരക്കുന്ന രോഗങ്ങളാണ്. ഇനി സമ്പർക്കം മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ. സമ്പർക്കം മൂലം ഉണ്ടാവുന്ന പ്രധാന രോഗങ്ങളാണ് ചെങ്കണ്ണ്, അതുപോലെ കുഷ്ഠരോഗം, നമുക്കറിയാം കൊറോണ, ഇതെല്ലാം എങ്ങനെയാണ്, സമ്പർക്കത്തിലൂടെ ഉണ്ടാവുന്ന രോഗങ്ങളാണ്, അല്ലെ. ഇനി ശരീര ദ്രവങ്ങളിലൂടെ രോഗമുള്ള ഒരാളുടെ ശരീരദ്രവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗങ്ങളാണ് എയ്ഡ്സ് രോഗം, എബോള രോഗം ഒക്കെ. ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ, ആന്ത്രാക്സ്, നമുക്കറിയാം, അല്ലെ. പേവിഷബാധയൊക്കെ പിടിച്ചിട്ടുള്ള പട്ടിയിലൂടെയും, അല്ലെ, ഒക്കെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. ആന്ത്രാക്സ് രോഗം. മുറിവുകളിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. മുറിവിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ്. ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ് ഗുനേറിയ, സിഫിലിസ് മുതലായവ. പഴകിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. പഴകിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം. ഇനി അടുത്തതായി പറയുന്നത് മന്ത് രോഗത്തെ കുറിച്ചാണ്. മന്ത് രോഗം എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈലേരിയാസിസ് എന്ന് പറയും, അല്ലെ. ഫൈലേരിയാസിസ് എന്ന് പറയും. ഇത് ഒരു തരം വിരകളാണ് ഈ ഒരു മന്ത്രോഗം ഉണ്ടാക്കുന്നത്. വിരകൾ മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ഫൈലേരിയാസിസ് അഥവാ മന്ത്രോഗം. മന്ത്രോഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മന്ത്രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് എലിഫന്റിയാസിസ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ, എലിഫന്റിനെ പോലെ അല്ലെങ്കിൽ ആനയെ പോലെ ഈ മന്ത്രോഗമുള്ള ആൾക്കാരുടെ കാലൊക്കെ നന്നായിട്ട് വണ്ണം വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മന്ത്രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫൈലേരിയാസിസ് എന്ന് പറയുന്ന വിരകളാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്, മന്ത്രോഗം പ്രധാനമായും ബാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ലോവർ ലിംബ്സിലാണ്. ലോവർ ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴ്ഭാഗത്തുള്ള ലിംബ്. ലിംബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകാലുകളാണ്, അല്ലെ. ഇപ്പൊ ലോവർ ലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾ. ഓക്കെ, നമ്മുടെ കാലുകളെയാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത്. മന്ത് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് ഫൈലേരിയൽ വേമാണ്. ഫൈലേരിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഫൈലേരിയൽ വേമാണ്, ഒരു തരം വിരയാണ്. മന്ത്രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത് അല്ലെങ്കിൽ പരത്തുന്നത് ആരാണ്, ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്, ക്യൂലെക്സ് ഫീമെയിൽ മോസ്കിറ്റോകളാണ്. മന്ത്രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ്, അതിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ആൽബൻഡസോൾ എന്ന് പറയുന്ന ഗുളികയാണ് മന്ത്രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക. ഓക്കെ, ആൽബൻഡസോൾ ഓർത്തു വെക്കുക കേട്ടോ, പേര് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രോഗികൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ദേശീയ മന്ത്രോഗ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 11. ദേശീയ മന്ത്രോഗ ദിനം നവംബർ 11. ഇനി ഫംഗസ് രോഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫംഗസുകൾ മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ. വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫംഗസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പൂപ്പലുകളാണ്. ഇപ്പൊ നമ്മുടെ ബ്രെഡ് ഒക്കെ പഴകി കഴിഞ്ഞാൽ അതിലൊക്കെ പൂപ്പല് വരും, അല്ലെ. അതുപോലെ ഓറഞ്ച്,
പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും അതും കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു കറുത്ത പൊടി പോലെ വരും അല്ലെ. ഇതാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കൂണുകളൊക്കെ ഫംഗസിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫംഗസുകൾ മുഖേന ഉണ്ടാക്കുന്ന ചില ഫംഗസ് രോഗങ്ങളുണ്ട്, നോക്കാം. ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നാണ്. നമ്മുടെ കേസിലൊക്കെ സ്കിന്നാണ്. ഓക്കെ, അപ്പൊ ഫംഗസ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിലും ജന്തുക്കളിലും ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതില് നമ്മുടെ മനുഷ്യരുടെ കേസിൽ ഒക്കെ ഈ ഒരു ഫംഗസ് രോഗം പ്രധാനമായും ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? നമ്മുടെ ത്വക്കിനെയാണ്, അഥവാ നമ്മുടെ സ്കിന്നിനെയാണ് ബാധിക്കുന്നത്. പ്രധാന ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ചുണങ്ങ്, അതുപോലെ വട്ടച്ചൊറി, ആണിരോഗം, ഫുഡ് വാട്ട് എന്ന് പറയും, ആണിരോഗം, ഇതെല്ലാം പ്രധാന ഫംഗസ് രോഗങ്ങളാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ത്വക്ക് രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ത്വക്ക് രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പറയുന്നത് ചില അപര്യാപ്തത രോഗങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അതായത് ചില വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനെ അപര്യാപ്തത രോഗങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ വിറ്റാമിൻസിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. നോക്കാം. വിറ്റാമിൻ A1ന്റെ അപര്യാപ്തത നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നു. ഓക്കെ, നിശാന്തത നമുക്കറിയാം, നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വേണ്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ A എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു വിറ്റാമിൻ A ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ വിറ്റാമിൻ A കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ദെൻ ജീവകം A2, നമ്മൾ ആദ്യം പറഞ്ഞു ജീവകം A1 നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ജീവകം A2 സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. ജീവകം A2ന്റെ അപര്യാപ്തത സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഇവിടെ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ജീവകം A1ന്റെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ജീവകം A2ന്റെ കുറവ് സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. ഇനി ജീവകം B1ന്റെ കുറവ് ബെറിബറിക്ക് കാരണമാകുന്നു. ജീവകം B3യുടെ കുറവ് പെല്ലാഗ്രയ്ക്ക് കാരണമാകുന്നു. ജീവകം B9, ഓക്കെ, വിറ്റാമിൻ B9 കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്, ഒരു തരം അനീമിയ ഉണ്ടാകുന്നുണ്ട്. അനീമിയ ഏത് അനീമിയ ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വെക്കുക. മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് ഇത് കാരണമാകുന്നു. ഓക്കെ, വിറ്റാമിൻ B12ന്റെ ഡെഫിഷ്യൻസി പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നു. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി സ്കർവി രോഗത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ജീവകം A1, വിറ്റാമിൻ A1 നിശാന്തത, വിറ്റാമിൻ A2ന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം സിറോഫ്താൽമിയ, വിറ്റാമിൻ B1ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ബെറിബറി, വിറ്റാമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര, വിറ്റാമിൻ B9ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, വിറ്റാമിൻ B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയ, വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി രോഗം. ഇനി വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്നു. വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, വിറ്റാമിൻ ഇ കുറവുള്ള വ്യക്തികളില് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി അല്ലെ, അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ജീവകം കെയുടെ അപര്യാപ്തത ഹീമോഫീലിയയ്ക്ക് കാരണമാകും. എന്താ ഹീമോഫീലിയ എന്ന് പറഞ്ഞാല്? നമുക്കൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഡിസീസ് ആണ് അല്ലെ ഹീമോഫീലിയ എന്ന് പറഞ്ഞാല്. മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും രക്തം വാർന്ന് രോഗി മരണപ്പെടും. കാരണം എന്താ? ഇത്തരം വ്യക്തികളില് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? രക്തം മുറിവിൽ നിന്ന് അത് ക്ലോട്ട് ചെയ്യില്ല. രക്തം കട്ട പിടിക്കാതെ രക്തം വാർന്ന് മരണം വരെ സംഭവിക്കും. ഇനി മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ, അതുപോലെ മരാസ്മസ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മരാസ്മസും അതുപോലെ ക്വാഷിയോക്കർ. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാകുന്നു അല്ലെ. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അനീമിക് ആവുന്നു, വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകുന്നു. അയൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ അയൺ കുറയുക, നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കുറയുക, അതുപോലെ ഹീമോഗ്ലോബിൻ കുറയുക, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇനി തൈറോക്സിൻ ഡെഫിഷ്യൻസി ഗോയിറ്ററിന് കാരണമാകുന്നു. തൈറോക്സിൻ ഡെഫിഷ്യൻസി ഗോയിറ്ററിന് കാരണമാവുന്നു. അയോഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്ററിന് കാരണമാവുന്നു. മെലാനിൻ ഡെഫിഷ്യൻസി വെള്ളപ്പാണ്ടിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, മെലാനിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഉണ്ടാവുന്നു.
സൊമാറ്റോട്രോപിൻ ഡെഫിഷ്യൻസി വാമനത്വത്തിന് കാരണമാവുന്നു. സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി എന്തിന് കാരണമാവുന്നു? ഡാർഫിസം, അല്ലെ? അധികം ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു വ്യക്തി ഈ ഒരു സൊമാറ്റോട്രോപിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഹൈറ്റ് ഒന്നും ഇല്ലാതെ എന്തായിട്ട് മാറുക? ഡ്വാർഫായിട്ട് മാറുന്നു. ഇനി ഇൻസുലിൻ അപര്യാപ്തത മൂലം ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നു. വാസോപ്രസിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് ഇൻസിപിഡസ് ഉണ്ടാകുന്നു. അപ്പൊ ഓർത്തു വെക്കുക, ഇൻസുലിൻ അപര്യാപ്തത എന്തിന് കാരണമാവുന്നു? ഡയബറ്റിസ് മെലിറ്റസിന് കാരണമാവുന്നു. വാസോപ്രസിൻ അപര്യാപ്തത ഡയബറ്റിസ് ഇൻസിപിഡസിന് കാരണമാവും. അപ്പൊ അത് കറക്റ്റ് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പറയുന്നത് ചില കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് നമ്മുടെ ജോണസ് സാൽക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് നമ്മുടെ ആൽബർട്ട് സാബിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചർ ആണ്. റാബിസ് വാക്സിൻ എന്ന് പറയുമ്പോൾ പേപ്പട്ടി വിഷബാധ, അല്ലെ? ഇതിന് എതിരായിട്ടുള്ള പേവിഷബാധ, അല്ലെ? ഇതിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചർ ആണ്. ആന്ത്രാക്സ് വാക്സിൻ ലൂയിസ് പാസ്ചർ തന്നെയാണ് ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിച്ചിട്ടുള്ളത്. കോളറ വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയിസ് പാസ്ചർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ലൂയിസ് പാസ്ചർ ആണ് ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയത്, ലൂയിസ് പാസ്ചർ തന്നെയാണ്. കോളറ വാക്സിനും അതുപോലെ തന്നെ ലൂയിസ് പാസ്ചർ തന്നെയാണ് നമ്മുടെ കോളറ വാക്സിനും കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ജോണസ് സാൽക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ദെൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിൻ ആണ്. റാബിസ് വാക്സിനും കോളറ വാക്സിനും ആന്ത്രാക്സ് വാക്സിനും കണ്ടെത്തിയത് ഒരാൾ തന്നെയാണ്. പേരോർത്ത് വയ്ക്കുക, ലൂയിസ് പാസ്ചർ. ഓക്കെ, ദെൻ BCG വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് കാൽമിറ്റി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്ചർ ആണ്. പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. നമ്മൾ ഈ ഒരു ഡിസീസിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്, അല്ലെ? പെനിസിലിൻ എന്ന് പറയുന്ന ആദ്യ ആന്റിബയോട്ടിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇൻസുലിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ബാന്റിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഫ്രെഡറിക് ബാന്റിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റും ചാൾസ് എച്ച് ബെസ്റ്റ്, അല്ലെ? ഈ രണ്ട് ശാസ്ത്രജ്ഞരും ഒരുമിച്ചാണ് ഇൻസുലിൻ കണ്ടെത്തിയത്. ഒരിക്കൽ കൂടി പറയാം, ഇൻസുലിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ബാന്റിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റും ചാൾസ് എച്ച് ബെസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റുമാണ്. ഓക്കെ, ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ. ഓക്കെ, ഫെലിക്സ് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ കണ്ടെത്തിയത്. മലേറിയ ജേം കണ്ടെത്തിയത് റൊണാൾഡ് റൂസ് ആണ്. ദെൻ കോളറ രോഗമാണ്, കോളറ ജേം ക്ഷയരോഗം ഉണ്ടാക്കുന്ന, അല്ലെ? ക്ഷയരോഗം ഉണ്ടാക്കുന്ന, ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന രോഗാണുവിനെയും അതുപോലെ തന്നെ കോളറ ഉണ്ടാക്കുന്ന രോഗാണുവിനെയും കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ആണ്. വസൂരി വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. വസൂരിക്കെതിരെയുള്ള വാക്സിൻ, സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ബാക്ടീരിയകളെ ആദ്യമായി കണ്ടെത്തിയത് ആന്റോൺ വാൻ ലുവൻഹൂക്ക് ആണ്. വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയത് ഇവനോസ്കി ആണ്. അപ്പൊ മാറിപ്പോവരുത്, ബാക്ടീരിയകളെ ആദ്യമായി കണ്ടെത്തിയത് ആന്റോൺ വാൻ ലുവൻഹൂക്ക് ആണ്. എന്നാൽ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയത് ഇവനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്.